ഹായ് ഫ്രണ്ട്സ്, ന്യൂബാസിമി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ശരവണ ഭവൻ ഹോട്ടൽ അല്ലെങ്കിൽ A2B തുടങ്ങിയ ബ്രാൻഡഡ് വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ നമ്മൾ ഗീ റോസ്റ്റും മറ്റും ഓർഡർ ചെയ്യുന്ന സമയത്ത് കൂടെ കിട്ടുന്ന കോക്കനട്ട് ചട്നി, നല്ല വെളുത്ത് ചട്നി, നല്ല ടേസ്റ്റുള്ള ചട്നി. ഞാനൊക്കെ ദോശയേക്കാൾ കൂടുതൽ ഈ ചട്നിയാണ് പൊതുവേ ഹോട്ടലിൽ പോയി കഴിക്കാറ്, അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കുറേ തേടി നടന്ന് ഫൈനലായിട്ട് അതിലെത്തിച്ചേർന്നു. ആ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലോട്ട്. അതിന് പിന്നിലൊരു ചെറിയൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോ ഫുള്ളായി കാണുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂബാസ് യമി റെസിപ്പീസ്. സബ്സ്ക്രൈബ് ടു ന്യൂബാസ് യമി റെസിപ്പീസ്. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു അരമുടി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ല മൂത്ത തേങ്ങ എടുക്കുക. അതിൻ്റെ ഈ കറുത്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വെള്ള ഭാഗം മാത്രം എടുക്കുക. അതാണ് ആദ്യത്തെ ഒരു ടിപ്പ്. അപ്പോൾ നമ്മൾ കറുത്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ല തൂവള നിറം കിട്ടും. ഇതിലൊട്ട് ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അണ്ടിപ്പരിപ്പ് ഒരു 5 എണ്ണം, 1 സ്പൂൺ പൊരികടല, 1 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നമുക്ക് പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ മുതൽ 1/2 സ്പൂൺ വരെ ഉപ്പ്. ഈ പച്ചമുളക് നിങ്ങൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി നല്ല വെളുത്ത നിറം വേണമെന്നുള്ളവർക്ക് ഒരൊറ്റ പച്ചമുളക് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് നമുക്കൊന്ന് ഇതേപോലെ ഒരു 15 സെക്കൻഡ് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നിങ്ങൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് ചേർത്തിട്ട് മിക്സിയിൽ ചേർക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇനി നമുക്കിത് ഒരിക്കൽ കൂടി ഒരു 15 സെക്കൻഡ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വെളുത്ത നിറത്തിലുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു കുട്ടി പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടതും ഒരു വറ്റൽ മുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ആ സമയം തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നല്ല മണമുള്ള കടുക് പൊട്ടിച്ചത് കറിവേപ്പിലയും പൊട്ടിച്ച് നമുക്ക് നമ്മുടെ ചട്നിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല തൂവുള്ള ചട്നി റെഡിയായി. അപ്പോൾ ഇത് എനിക്ക് കടകളിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ ശ്രമിച്ച് നോക്കൂ. നിങ്ങൾക്ക് അതുപോലെ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അല്ല ഇനിയും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ തേങ്ങയുടെ ആ കറുത്ത പോർഷൻ മാറ്റുക. 4-5 അണ്ടിപ്പരിപ്പ് ചേർക്കുക. കശുവണ്ടി ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ടേസ്റ്റും മണവും കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഫ്ലേവറോടെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് നന്ദി. ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.